പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ കർത്താവ് എനിക്ക് തന്ന ഒരു ദൂത് ഇതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നാളത്തെപ്പറ്റി ചിന്തിക്കുന്നവരാണ് മനുഷ്യനല്ല. വർഷത്തോളം ചിന്തിക്കുന്നവരുണ്ട്, കാലാകാലങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നവരുണ്ട്, പ്രവർത്തിക്കുന്നവരുണ്ട്. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വേളയിൽ ഉപമകളായി സംസാരിച്ചു ലൂക്കോസ് 12:24 ഇങ്ങനെയാണ് വായിക്കുന്നത്: കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പണ്ടികശാലയും കളപ്പുരയുമില്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പർവ്വജാതികളെക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ. പ്രിയപ്പെട്ടവരെ, പർവ്വജാതികളെക്കാൾ നീ വിശേഷതയുള്ള ആളാണ്. ദൂതന്മാരെക്കാൾ നീ വിശേഷതയുള്ള ആളാണ്. കാരണം ദൂതന്മാർ പോലും നിന്റെ വാക്കിൽ ചലിക്കണമെങ്കിൽ, നീ പറഞ്ഞ ദൂതന്മാർ ചലിക്കുമെങ്കിൽ, അന്ധകാര മണ്ഡലങ്ങൾ ചലിക്കുമെങ്കിൽ, നീ വിശ്വസിക്കണം, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നീ പകച്ചു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, യേശു പറയുകയാണ്, നിനക്കൊന്നും സ്വരൂപിച്ചു കൂട്ടി നീ വെച്ചിട്ടില്ലെങ്കിലും, ആരും നിനക്ക് വേണ്ടി കരുതാനില്ലെങ്കിലും, ഇന്ന് പകൽ കർത്താവ് പറയുക, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. ഇന്ന് പകൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, നീ ഭാരപ്പെടരുത് കേട്ടോ. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെതായ ആഹാരത്തെ എത്തിച്ചു കൊടുക്കുന്നവൻ. നീ ആയിരിക്കുന്ന അവസ്ഥ യേശുവിനറിയാം. നിന്റെ ഭാരം യേശുവിനറിയാം. നിന്റെ വേദന യേശുവിനറിയാം. യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കുഞ്ഞെ, നീ ഭാരപ്പെടണ്ട. യേശു നിന്റെ അരികിലുണ്ട്. അവൻ നിന്റെ പ്രശ്നത്തെ പരിഹാരം നൽകുവാൻ യേശു ശക്തനാണ്. വിശ്വസിക്കുക. കണ്ണുകൾ അടച്ചോ. ഒരു നിമിഷം നീ യേശുവിനോട് പ്രാർത്ഥിച്ച് യേശു നിന്റെ വിഷയത്തിന് പരിഹാരം തരും. ഗോഡ് ബ്ലസ് യു.